നമുക്കിന്ന് സ്പിനച്ച് റൈസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. പാനിലോട്ട് ബട്ടർ ആഡ് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ബീൻസ്, ബെൽ പെപ്പർ. ഞാൻ റെഡും യെല്ലോ ബെൽ പെപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാവേ. എല്ലാം കൂടെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് മിക്സ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സ്പിനച്ച് പൂരി. എനിക്ക് ഇന്നലെ ഇവിടെ റെഡ് സ്പിനച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്രീൻ വെച്ചിട്ടും സെയിം തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുമേ. സ്പിനച്ച് നന്നായിട്ട് ക്ലീനാക്കി അത് നമ്മളൊന്ന് ആവി കയറ്റി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായ സ്പിനച്ച് പൂരി നമ്മൾ റൈസിലോട്ട് ഫുള്ള് മിക്സ് ചെയ്ത് കൊടുക്കുക, ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ ഉപ്പും ഒരു ചെറിയ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പിനച്ച് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. സൈഡ് ഡിഷായിട്ട് നമ്മളൊരു സാലഡും ഒരു ബോയിൽഡ് എഗ്ഗുമാണ് വെക്കുന്നത്. അപ്പം നല്ല ഹെൽത്തിയാണ്, ഈസിയാണ് ആക്കാനും. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അല്ലാതെ സ്പിനച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കഴിച്ചോളും. നല്ല ടേസ്റ്റുമാണ്, സിമ്പിളുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.